നമ്മുടെ ആനവണ്ടി എന്ന KSRTC. കേരളത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായിട്ടാണ് KSRTCനെ നമ്മൾ കാണുന്നത്. ചുവന്ന വണ്ടിയിൽ KSRTC എന്ന ബോർഡും ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനകൾ ഉൾപ്പെടെയുള്ള അടയാളവും മലയാളിയായ ഓരോ വാഹനപ്രേമി മനസ്സിൽ സൂക്ഷിക്കുന്ന വസ്തുതകളാണ്. അയൽ സംസ്ഥാനങ്ങളായ കർണാടകവും കേരളവും KSRTC എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിക്കാനുള്ള നിയമപരമായ അവകാശം കർണാടകയ്ക്ക് നിലനിൽക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച് നിരവധി വർഷങ്ങളായി കേരളവും കർണാടകയും നിയമയുദ്ധം നടന്നു വരികയുമായിരുന്നു. തങ്ങളാണ് ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമെന്നും അതുകൊണ്ട് തന്നെ KSRTC എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് കർണാടക വാദിക്കുന്നത്. എന്നാൽ കർണാടകയേക്കാൾ എത്രയോ വർഷം മുമ്പ് ആരംഭിച്ചതാണ് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമെന്നാണ് കേരളത്തിന്റെ വാദം. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ കണ്ണൂർ ഡീലക്സ് എന്ന പ്രേം നസീർ ചിത്രത്തിൽ KSRTC ഇടം പിടിച്ചതും തുടർന്ന് കോടതി ഇടപെട്ട് ആ പേര് കേരളത്തിനാണെന്ന് വ്യക്തമാക്കിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളായിരുന്നു. എന്നാൽ കർണാടക വീണ്ടും KSRTC എന്ന പേരുപയോഗിച്ച് സർവീസ് നടത്തുകയും ചെയ്യുകയായിരുന്നു. കർണാടകയുടെ നടപടിക്കെതിരെ കേരളം കോടതിയിൽ സമർപ്പിച്ച കേസിലാണ് ഇപ്പോൾ തീർപ്പ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുറച്ചധികം വർഷങ്ങളായി KSRTC ബ്രാൻഡ് നെയിമിംഗ് വേണ്ടി കർണാടകയും കേരളവും കയറി ഇറങ്ങാത്ത കോടതികളില്ല എന്ന് വേണം പറയാൻ. ഇരു കൂട്ടരും ഈ പേരിനായി വാശി പിടിച്ചപ്പോൾ ന്യായം കേരളത്തിന്റെ പക്ഷത്താണെന്നായിരുന്നു മുമ്പ് കോടതിയുടെ വിധി. എന്നാൽ പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇടുത്തിയായി കേരള RTCയുടെ മേൽ വന്ന് പതിച്ചത്. KSRTC എന്ന പേര് ഇനി രണ്ടു കൂട്ടർക്ക് ഉപയോഗിക്കാം എന്നതായിരുന്നു ഉത്തരവ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കേവലം ഒരു പേരിൽ ഒതുങ്ങുന്നതല്ല എന്നതാണ് പലർക്കും അറിയാത്ത വസ്തുത. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഒക്കെയും ഈ പേരിന് വേണ്ടി രണ്ടു കൂട്ടർ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് എന്തായാലും പരിസമാപ്തി ഉടൻ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിധി നൽകുന്ന സൂചന. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ വിധി ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. വിധി കേരളത്തിന് തിരിച്ചടിയാവുന്നത് എങ്ങനെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പുതിയ ഉത്തരവ് കേരള RTCക്ക് സാമ്പത്തികപരമായി വലിയ തിരിച്ചടിയാകും സമ്മാനിക്കുക. KSRTC എന്ന ഡൊമൈൻ പേര് കർണാടകം കൈവശം വെച്ചതിനാൽ ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിന് നഷ്ടമാകുന്ന സാഹചര്യം നേരത്തെ തന്നെ നിലവിൽ ഉണ്ടായിരുന്നു. കോടതി വിധിയോടെ ഇത് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നതെന്നാണ് സൂചന ലഭിക്കുന്നത്. സ്വതമേ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് ഉഴലുന്ന കേരള RTCക്ക് പുതിയ തീരുമാനം കനത്ത നഷ്ടം വരുത്തിവെക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചനകളും. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഓൺലൈൻ ബുക്കിംഗ് അടക്കമുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങവെയാണ് ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെ കേരളം ഉടൻ തന്നെ അപ്പീൽ പോകുമെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ 42 വർഷമായി കർണാടക RTC ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡ് മാർക്ക് മുദ്രയുടെ രജിസ്ട്രേഷൻ അസാധുവായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ വാദം നിലനിൽക്കുകയും ചെയ്യില്ല. കർണാടക RTC പ്രസ്താവനയിൽ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. അതേസമയം KSRTC എന്ന ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള RTC 2019 രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നു. കർണാടകവും കേരളവും തമ്മിലുള്ള ഈ ഒരു നിയമ പോരാട്ടത്തിന്റെ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ തിരുവിതാംകൂർ രാജകുടുംബമാണ് പൊതുഗതാഗത സംവിധാനം ആദ്യമായി തുടങ്ങിയത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന രൂപീകരണം നടന്ന് 9 വർഷങ്ങൾ പിന്നിട്ട വേളയിൽ, അതായത് 1965 ഇതിന്റെ പേര് KSRTC എന്നാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ കർണാടക ആകട്ടെ 1973 അവരുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് KSRTC എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ട് സംസ്ഥാനങ്ങളിലെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ KSRTC എന്ന ചുരുക്കപ്പേരാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് കർണാടകയുടേതാണെന്നും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഈ പേര് ഉപയോഗിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി 2014 കർണാടക നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അന്നത്തെ KSRTC MD ആയിരുന്ന ആന്റണി ചാക്കോ കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിൽ കേരളത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വർഷങ്ങളായി ഈ വിഷയത്തിൽ പേരിൽ നിയമ പോരാട്ടം നടക്കുകയായിരുന്നു. KSRTC എന്ന പേര് ആദ്യം ഉപയോഗിച്ചത് കേരളമാണെന്ന് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തിയതോടെ ഈ പേര് കേരളത്തിന് സ്വന്തമാണെന്ന് 2021 ഉത്തരവ് വന്നിരുന്നു. ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരം KSRTC എന്ന ചുരുക്കെഴുത്തും എംബ്ലോം ആനവണ്ടി എന്ന പേരും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അനുവദിച്ച ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കുകയായിരുന്നു. ഇതാണിപ്പോൾ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ അവകാശവാദത്തിനെതിരെ കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലൈറ്റ് ബോർഡിനെ സമീപിക്കുകയും ചെയ്തു. തങ്ങൾക്ക് KSRTCയിൽ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലൈറ്റ് ബോർഡിനെ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടന്നു വരുന്നതിനിടയിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലൈറ്റ് ബോർഡ് തന്നെ ഇല്ലാതാവുകയായിരുന്നു. അതോടെയാണ് കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. കോടതിയിൽ നടന്ന വ്യവഹാരത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി എത്തിയതും. അങ്ങനെ KSRTCക്ക് ഇപ്പോൾ 2 ഉടമകളായി എന്ന് വേണം പറയാൻ.